students, welcome back to our 7th class. So, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ആദ്യം തന്നെ എന്താണ് ഓർഗനൈസിംഗ്? നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ 5 ഫങ്ഷൻസിനെ പറ്റിയിട്ട്. അപ്പോൾ അതിലുള്ള ഒരു ഫങ്ഷനാണ് എന്ത്? ഓർഗനൈസിംഗ്. സോ എന്താണ് ഓർഗനൈസിംഗ്? ഓർഗനൈസിംഗ് മീൻസ് arranging people, work and resources properly to achieve organizational goals. അതായത് ശരിയായ ആൾക്കാർക്ക് ജോലി കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള റിസോഴ്സ് ശരിയായ സ്ഥലത്ത് അറേഞ്ച് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ റിപ്പീറ്റിംഗ് വൺസ് മോർ, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ഒരു ഓർഡറിൽ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു ഷെഫ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ വെയിറ്റർ ഉണ്ടാവും, മറ്റൊരുപാട് തൊഴിലാളികൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളൊരു ഷെഫിൻ്റെ കേസിലാണെങ്കിൽ ഷെഫിൻ്റെ ഡ്യൂട്ടി എന്താണ്? കുക്കിംഗ് ആണ്. സോ ഷെഫിൻ്റെ ഡ്യൂട്ടി കുക്കിംഗ് ആയതുകൊണ്ട് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഷെഫിനെ ഏൽപ്പിക്കുക അല്ലേ? സോ ബേസിക്കലി അസൈനിങ് ഡ്യൂട്ടീസ് എമംഗ് വർക്കേഴ്സ്, ഇതാണ് എന്ത്? ഓർഗനൈസിങ്. അപ്പം ഈ ഒരു ലൈൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തത്. ഓക്കെ, സോ എന്താണ് ഓർഗനൈസിങ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. സോ നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗനൈസിങ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് ഓർഗനൈസിങ്. ഇനി അതിനെ കുറച്ച് ഗുണങ്ങളൊന്നും നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് സ്പെഷ്യലൈസേഷൻ. എംപ്ലോയീസ് സ്പെഷ്യലൈസ് ഇൻ പെർട്ടിക്കുലർ ജോബ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ? ഒരു കമ്പനി, ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ, ഒരു കമ്പനിയിലാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ടാവും. ദർ വിൽ ബി ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ടു ഡു. സോ ഈച്ച് ആക്ടിവിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഓരോ ആക്ടിവിറ്റീസും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് മാറ്റും. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റും. കാരണം എല്ലാ ജോലികളും വൺ ഇൻഡിവിജ്വൽ മാത്രം ചെയ്യാൻ പറ്റില്ല. എന്താണ്? വൺ ഇൻഡിവിജ്വലിന് കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് മാറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താണ്? ഓരോരുത്തർക്കും ആരൊക്കെയാണോ ആ ഒരു പെർട്ടിക്കുലർ ജോബ്, ഇപ്പോൾ ഒരു ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് ജോലിയാണ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എന്ന വ്യക്തി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എങ്കിൽ ഐ ചൂസ് ഫൈനാൻസ് റിലേറ്റഡ് വർക്ക് അല്ലേ? അപ്പോൾ അതാണ് ഹൂ ഈസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. അവർ കൂടുതലായിട്ടും അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ, എന്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം എംപ്ലോയീസിന് ഏത് ആക്ടിവിറ്റിയിലാണോ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ആരാണോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. അതാണ് സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തത് ക്ലിയർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓർഗനൈസിങ്ങിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അസൈനിങ് ഡ്യൂട്ടീസ് എമംഗ് എംപ്ലോയീസ്. അപ്പം ഓരോരുത്തർ ചെയ്യേണ്ട ജോലി അവരവർക്ക് അറിയുന്ന കാര്യമാണ്. സോ ദേ നോ അവരുടെ അതോറിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് ഓർഡർ കൊടുക്കാനുള്ള പവർ, അതുപോലെ തന്നെ ആരാണ് ആ ഒരു കിട്ടിയ ഓർഡർ ചെയ്യാൻ ബാധ്യസ്ഥരായെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. സോ അതാണ് ക്ലിയർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഫെസിലിറ്റേറ്റ് സ്റ്റാഫിംഗ്. ഫെസിലിറ്റേറ്റ് സ്റ്റാഫിംഗ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡ് ദ റിക്വയർഡ് എംപ്ലോയീസ്. ഈ ഓർഗനൈസിങ്ങിലൂടെ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും, വേണ്ട റിസോഴ്സസ്, അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള എംപ്ലോയീസ് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യാനുള്ളത് അവർക്ക് ആ ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് എംപ്ലോയീസിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പെൻഡിങ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വർക്കറിന് ആവശ്യമുണ്ടോ എന്ന കാര്യം നമുക്ക് ഈ ഒരു ഓർഗനൈസിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ അതാണ് ഫെസിലിറ്റേറ്റ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഡ്വാൻറ്റേജസിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. സോ നെക്സ്റ്റ് ഈസ് എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൽ 3 എലമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1 അതോറിറ്റി, നമ്പർ 2 റെസ്പോൺസിബിലിറ്റി, ആൻഡ് ദ ലാസ്റ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. സോ എന്താണ് അതോറിറ്റി?
അതോറിറ്റി ഈസ് ബേസിക്കലി ദ റൈറ്റ് ടു ഗിവ് ഓർഡർ. അതോറിറ്റി എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു പവറാണ്. ഇപ്പം സുപ്പീരിയർ എന്ന് പറയുന്നത് ആരാണ്? ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ സുപ്പീരിയർ എന്ന് പറയുന്നത്. സുപ്പീരിയേഴ്സിന് അവരുടെ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന, അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഈ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സ് ഓർഡർ കൊടുക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യണം, ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ഇങ്ങനെ എന്താണ് ഓർഡർ കൊടുക്കുകയാണ്. സോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് അതോറിറ്റി. ഇറ്റ്സ് ബേസിക്കലി പവർ. അടുത്തത് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻ ഡ്യൂട്ടി. അതായത് നമ്മൾ ഈ സുപ്പീരിയേഴ്സ് വൺസ് ഈ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടിയാണ് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇതിനാണ് നമ്മൾ പറയുന്നത് റെസ്പോൺസിബിലിറ്റി, ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. സോ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? ഇറ്റ് മീൻസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. നമുക്ക് ഓർഡർ കിട്ടുന്ന ആ ഒരു ഡ്യൂട്ടി ചെയ്യുക എന്നതാണ് നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വൺസ് നമ്മൾ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൂം ടു ബി അക്കൗണ്ടബിൾ, നമ്മൾ ആരോടാണ് ഈ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ആരെടുത്താണ് പറയേണ്ടത്, ഇതിനാണ് നമ്മൾ പറയുന്നത് അക്കൗണ്ടബിലിറ്റി. അതായത് നമുക്കാരാണോ ഒരു ഡ്യൂട്ടി തരുന്നത് എങ്കിൽ ആ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ആ ഒരു റിമൈനിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു തന്ന ആളെടുത്താണ് നമ്മൾ പറയേണ്ടത്. അതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് ഇല്ല എങ്കിൽ എന്താണ് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ 3 എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെയായിരുന്നു അത്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ആൻഡ് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് നമുക്ക് പോകാം. സോ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും? ഒന്നാമത്തത് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് മെയിൻലി അറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ്. നമ്മളൊരു സ്ഥാപനത്തിൽ, ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഓക്കെ, നമ്മളൊരു കമ്പനി, ഈ ഒരു കമ്പനിയിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വൺ മെയിൻ പേഴ്സൺ ഉണ്ടാവും. അപ്പം ഈ ഒരു പേഴ്സൺ ആണ് എല്ലാ ഡിസിഷൻസും എടുക്കുക. ഇവിടെ എംപ്ലോയീസിന് വലിയ റോളൊന്നും കൊടുക്കില്ല, ഡിസിഷൻ മേക്കിങ്ങിൽ വലിയൊരു റോളൊന്നും കൊടുക്കില്ല. എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആരായിരിക്കും? ഈ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ആയിരിക്കും. അതാണ് സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ്? എംപ്ലോയീസിനും ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു റോൾ ഉണ്ടാവും. അതാണ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് മെയിൻലി അറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ്. ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഈസ് ഗിവൺ ടു ലോവർ ലെവൽ. സോ ഇതാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. സോ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. Principles of organization is divided into 3 main categories, that are basic principle, structured principle, the last is operational principle. So first നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിളാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്, സിംപ്ലിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്. ലെറ്റ്സ് റീഡ് ഔട്ട് ദ മീനിങ്. Everyone works towards the same organizational goals. Example, company wants to increase sales. That's equal to marketing plus sales plus production work towards that goal. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ഒരു മെയിൻ ഗോൾ ഉണ്ടാവും. അപ്പം എംപ്ലോയീസ് എന്താണ്? എംപ്ലോയീസ് എല്ലാവരും ഈ ഒരു വൺ മെയിൻ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് എ ടൈം ഓരോരുത്തരും ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഡിസിപ്ലിൻ കൊലാപ്സ് ആവും. പിന്നെന്താണ്? കൺഫ്യൂഷൻ മേ ഓക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുക. സോ എന്താണ് മെയിനായിട്ട് വേണ്ടത്? യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്. സോ നെക്സ്റ്റ് ഈസ് സിംപ്ലിസിറ്റി. എന്താണ് സിംപ്ലിസിറ്റി? സിംപ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന ജോബ്, ഓക്കെ, എന്ത് തന്നെ ആയാലും, എന്ത് ടാസ്ക് ആയാലും ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അവർക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കണം. ആ ഒരു സ്ട്രക്ചറിൽ വേണം എന്ത് വർക്കേഴ്സിന് ജോബ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് സിംപ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈസ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഫ്ലെക്സിബിലിറ്റി? ഓർഗനൈസേഷൻ ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. അതായത് ഒരു ഓർഗനൈസിങ്ങിൽ
എന്താണ്, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കണം. ഒരു മാർക്കറ്റ് കണ്ടീഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വരണമെന്നില്ല. സംടൈംസ് ഇറ്റ് ക്യാൻ ഓൾസോ കോസ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. സോ അതിനനുസരിച്ച് എന്താണ്, നമ്മൾ ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് വൺസ് മോർ. Organization should be able to change according to situations. Situations can be both positive and negative. സോ എന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് മനസ്സിലായാലും ഇനി അടുത്ത കാറ്റഗറിയിലോട്ടേക്ക് പോകാം. അതാണ് സ്ട്രക്ചറൽ പ്രിൻസിപ്പിൾസ്. In structural principles, there are 5 main things that are division of work, functional definition, optimum departmentation, unity of direction, and the last, span of management. So ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? അതിൽ തന്നെ ഉണ്ട് നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മളൊരു കമ്പനിയിൽ, ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഒരു മെയിൻ ടാസ്ക് ഉണ്ടാവും. അപ്പം ഈ ഒരു മെയിൻ ടാസ്കിനെ സ്മോൾ ടാസ്കുകളാക്കി മാറ്റി അതിന് അനുയോജ്യമായ വ്യക്തികൾക്ക് കൊടുക്കും. ഓക്കെ, അതായത് ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ ചെറിയ സ്മോൾ ടാസ്കുകളാക്കി മാറ്റിയിട്ട് ഈച്ച് ടാസ്ക് ഇസ് അസൈൻഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഹു ഈസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് ജോബ്. അടുത്തത് ഫങ്ഷണൽ ഡെഫിനിഷൻ. എവരിവൺസ് റോൾ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർ. ഫങ്ഷണൽ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ആയിരിക്കും. ചില ആൾക്കാർ എന്താണ് ടോപ്പ് ലെവലിലുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും, ചില ആൾക്കാർ ലോവർ ലെവലിലുള്ളത്. സോ ബേസിക്കലി എന്താണ് അവിടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇവയൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഓരോ കാര്യങ്ങൾ അത് ശരിയായ ആൾക്കാർക്ക് തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഫങ്ഷണൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഒപ്റ്റിമം ഡിപ്പാർട്ട്മെൻറ്റേഷൻ. എന്താണ് ഒപ്റ്റിമം ഡിപ്പാർട്ട്മെൻറ്റേഷൻ? ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. നമ്മളൊരു കമ്പനിയിൽ ഉണ്ടാവുന്ന ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് എന്ത്? റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ട്രെയിനിങ്. ഇവ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉൾപ്പെടുത്തുക? പ്ലീസ് തിങ്ക്. യെസ്, ഇറ്റ്സ് HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. സോ വൺസ് അഗെയിൻ, ഒപ്റ്റിമം ഡിപ്പാർട്ട്മെൻറ്റേഷൻ മീൻസ് സിമിലർ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു സ്യൂട്ടബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. സോ എന്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം ഡിപ്പാർട്ട്മെൻറ്റേഷൻ മനസ്സിലായാലും അടുത്തിലോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ഇസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? സെയിം ഒബ്ജക്റ്റീവ്, വൺ ഹെഡ് വൺ പ്ലാൻ. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പം എല്ലാവരും എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവിനാണ് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ് വൺ മെയിൻ പേഴ്സൺ ആയിരിക്കണം. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസും, അതായത് ആ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ആ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി മാത്രമായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അതേസമയം ഒന്നിൽ കൂടുതൽ എന്താണ് ഒബ്ജക്റ്റീവ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വൺ ഹെഡ് പ്ലസ് വൺ പ്ലാൻ, ഒരു വൺ മെയിൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ഒരു മെയിൻ പ്ലാനിൽ മാത്രമായിരിക്കണം നമ്മുടെ ഒരു ഫോക്കസ്. എല്ലാവർക്കും സെയിം ഒബ്ജക്റ്റീവ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അടുത്തത് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പാൻ ഓഫ് കൺട്രോൾ. നമ്പർ ഓഫ് എംപ്ലോയീസ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്. ഒരു മാനേജറിന് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും? ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ദാറ്റ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്. അവരെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്നു. അതിനാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനേജർ സൂപ്പർവൈസ് 8 എംപ്ലോയീസ്. അപ്പോൾ സ്പാൻ എത്രയായിരിക്കും? സ്പാൻ ഈക്വൽ 8. ഇതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വി ഹാവ് കംപ്ലീറ്റഡ് അവർ സെക്കൻഡ് കാറ്റഗറി ആൻഡ് നൗ വി ആർ മൂവിങ് ടു അവർ തേർഡ് കാറ്റഗറി, ദാറ്റ് ഈസ് ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾ. So in operational principles, there are other 3 main things that are adequate delegation. എന്താണ് adequate delegation? നമ്മുടെ എംപ്ലോയീസിന് ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതിന് സമയത്ത് അധികം കൺട്രോൾ കൊടുക്കാതെ അവരുടേതായ രീതിയിൽ ട്രൈ ടു ഗിവ് ഇനഫ് അതോറിറ്റി നൽകി അവരുടേതായ രീതിയിൽ ആ ഒരു കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിടണം. അതാണ് ആഡിക്വേറ്റ് ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗിവ് എംപ്ലോയീസ് ഇനഫ് അതോറിറ്റി ടു പെർഫോം ദെയർ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി പ്ലസ് അതോറിറ്റി ഈക്വൽ
എഫക്റ്റീവ് പെർഫോമൻസ്. അതായത് റെസ്പോൺസിബിലിറ്റിയും പ്ലസ് അതോറിറ്റിയും ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, നല്ലൊരു എഫക്റ്റീവ് പെർഫോമൻസ് ഉണ്ടാവും. സോ നെക്സ്റ്റ് ഈസ് സ്കാലർ ചെയിൻ. എന്താണ് സ്കാലർ ചെയിൻ? ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു കമ്പനീൻ്റെ ലെവൽസിലുള്ള ആരൊക്കെയാണ്? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിലുള്ള ആരൊക്കെയാണ്? MD, CEO ഇവരൊക്കെയാണ് അല്ലേ. മിഡിൽ ലെവലിലോ ബ്രാഞ്ച് മാനേജർ, HOD. ലോവർ ലെവലിലോ ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, ഫോർമാൻ, സൂപ്പർവൈസർ ഇവരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പം ആ ഒരു ലെവൽ കണ്ടില്ലേ, ഓരോ ലെവൽ 1, 2, 3. ഓക്കെ, ദർ ആർ 3 ലെവൽസ്. അപ്പം ഈ ഒരു ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാലർ ചെയിൻ. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് നോൺ ആസ് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ടോപ്പ് ലെവൽ മൂവിങ് ടു ദ ലോവസ്റ്റ് റാങ്ക്. അപ്പം എന്താണ് സ്കാലർ ചെയിൻ എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് വൺ എംപ്ലോയ് ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. അതായത് നമ്മളിപ്പം ഓർഡർ സ്വീകരിക്കുമ്പോൾ അത് ഒരു സുപ്പീരിയർ അറ്റ് എ ടൈം മാത്രമേ പാടുള്ളൂ. മോർ ദാൻ വൺ സുപ്പീരിയർ ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ ആൻഡ് ഡിസിപ്ലിൻ കനോട്ട് ബി മെയിൻറ്റെയിൻഡ്. അപ്പം നമ്മൾ ഈ ഒരു ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ആവുമ്പോൾ സബോർഡിനേറ്റ്സിന് എന്താവും? കൺഫ്യൂഷൻ ആവും. ആരോടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്, നമ്മുടെ സംശയങ്ങളൊക്കെ ആരോടാണ് ചോദിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും. അതേപോലെ തന്നെ എന്താണ്? ഡിസിപ്ലിൻ കനോട്ട് ബി മെയിൻറ്റെയിൻഡ്. സോ ട്രൈ ടു ഫോളോ യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്തതാണ് അതോറിറ്റി ലെവൽ. എന്താണ് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. സ്മോൾ പർച്ചേസ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ. അതായത് ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ. അപ്പം ഇപ്പോൾ സ്മോൾ പർച്ചേസ് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാണ് നോക്കുന്നത്. അപ്പോൾ കമ്പനീൻ്റെ ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്പനി ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കുന്നത് ആരാണ്? ടോപ്പ് ലെവലിലുള്ള CEO, MD ഇവരൊക്കെയാണ് അല്ലേ. സോ അതാണ് അതോറിറ്റി ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ അറ്റ് ദ അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് ലെവൽ. സോ എന്താണ് അതോറിറ്റി ലെവൽ എന്ന് മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇൻ ഓർഗനൈസിങ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, ദാറ്റ് ഈസ് ദ 4 സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിങ്. എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വർക്ക് ഓർ ഒബ്ജക്റ്റീവ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഒബ്ജക്റ്റീവ്, നമ്മൾ എന്താണ് നിറവേറ്റാൻ പോകുന്ന ഒബ്ജക്റ്റീവ് എന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മൾ ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റണം. അതാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഡിപ്പാർട്ട്മെൻറ്റിലാക്കി മാറ്റിയതിന് ശേഷം അതിലടങ്ങിയിട്ടുള്ള വർക്ക്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് അസൈനിങ് ഡ്യൂട്ടീസ്. ഓരോ വർക്കുകളും അതിൽ ആപ്റ്റായിട്ടുള്ള ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് എന്താണ്? ആ ഒരു അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് ചെയ്ത ആളുകൾ എന്താണ്? റിപ്പോർട്ട് ചെയ്യണം ടു ഹയർ അതോറിറ്റീസ് വെദർ ദേ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ഓർ നോട്ട്. സോ ഇതാണ് ആ ഒരു 4 സ്റ്റെപ്പ് ഇൻ ഓർഗനൈസിങ്. റിപ്പീറ്റിംഗ് വൺസ് മോർ: ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഓർ വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അസൈനിങ് ഓഫ് ഡ്യൂട്ടീസ്, ദ ലാസ്റ്റ് റിപ്പോർട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത്. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു.